RPF എവിടെ എവിടെ എവിടെ? അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷന്റെ യാതൊരു സൂചനകളും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി RPF പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഏത് സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പഠിക്കേണ്ടത്? എപ്പോഴായിരിക്കും ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാവാനായിട്ട് പോവുക? ഫിസിക്കൽ സ്റ്റാൻഡേർഡുകളിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമോ? തുടങ്ങിയ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഈ ഒരു RPFുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ മാസം റെയിൽവേ മിനിസ്റ്റർ ഒരു അടിപൊളി പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് ഇനി അങ്ങോട്ടേക്ക് RPFന്റെ പരീക്ഷ SSC ആയിരിക്കും നടത്താനായിട്ട് പോകുന്നത്. അതായത് RPFന്റെ പരീക്ഷ വർഷാവർഷം കൃത്യമായിട്ട് SSC വഴി നടത്തും. സോ RPFന്റെ നിലവാരം ഒന്ന് കൂടും, RPF കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആവും എന്നുള്ള ഒരു തീരുമാനപ്രകാരമായിരുന്നു ഇനി അങ്ങോട്ടേക്ക് SSC ഈ ഒരു പരീക്ഷ നടത്തട്ടെ എന്നുള്ള തീരുമാനം. സ്വാഭാവികമായിട്ടും നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ നടത്തിയ ഒരു പ്രസ്താവന ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്തായാലും ഔദ്യോഗികമായിട്ട് ഈ ഒരു സംഭവം സ്ഥിരീകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ളത് സംശയങ്ങളായിരുന്നു. എപ്പോഴായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്? ഫിസിക്കൽ സ്റ്റാൻഡേർഡിലൊക്കെ മാറ്റങ്ങൾ വരുമോ? അന്ന് തൊട്ട് തുടങ്ങിയ കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും SSC ഒരു എക്സാമിനേഷൻ നടത്തുമ്പോൾ SSC GD കോൺസ്റ്റബിളിനൊപ്പം എന്തായാലും നമുക്ക് RPFന്റെ വേക്കൻസീസും കൂടി ആഡ് ആയിട്ട് വരുമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ GD കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴും RPFനെ ഇവിടെ യാതൊരു രീതിയിലും പരാമർശിച്ചിട്ടില്ല. അതായത് RPF ഇനി എപ്പോ എന്നുള്ള കൺഫ്യൂഷൻ അതുപോലെ തന്നെ നിലനിന്നു. ഭൂരിഭാഗം പേരും പ്രഡിക്റ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ ഞാൻ അടക്കമുള്ളവർ വിചാരിച്ചു വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഈ 25,000 വേക്കൻസീസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. ഡെഫിനറ്റ്ലി നമുക്കൊരു 19,000-ഓളം വേക്കൻസീസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം RPFും കൂടി ആഡ് ആവും. GD കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ള വേക്കൻസീസ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. ഡെഫിനറ്റ്ലി വേക്കൻസീസും കൂടി ഇൻക്രീസ് ആയിട്ട് ഒരു 19,000-ഓളം വേക്കൻസീസ് ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മൊത്തത്തിൽ തെറ്റിപ്പോയി. ഇവിടെയും RPF എന്ത് വന്നില്ല, യാതൊരു രീതിയിലുമുള്ള വേക്കൻസീസും റിപ്പോർട്ട് ചെയ്തില്ല. സോ SSC ആ ഒരു സമയത്ത് നമ്മളെ തേച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. GD കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷന്റെ കൂടെ ഉണ്ടായില്ല. പോട്ടെ, ഇനി അങ്ങോട്ടേക്ക് എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കാന്ന് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ SSCയുടെ ആനുവൽ കലണ്ടർ വരുമ്പോൾ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും എന്ന് വിചാരിച്ചു നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ SSCയുടെ കലണ്ടർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെയും എന്തില്ല, ഈ പറയുന്നത് പോലെ തന്നെ RPFുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശവും ഇല്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കലണ്ടറിലില്ല. SSC ആണ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ എന്തില്ല, SSCയുടെ കലണ്ടറിൽ RPF ഇല്ല. ഇനി അങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മക്കളെ, ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിൽ നമ്മളുടെ സോഴ്സസിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഡെഫിനറ്റ്ലി ഈ പറയുന്ന RPFന്റെ നോട്ടിഫിക്കേഷൻ SSC പുറത്തുവിടും. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് RPFന്റെ നോട്ടിഫിക്കേഷൻ SSC ഒരു ആഡ് ഓൺ നോട്ടിഫിക്കേഷൻ പോലെ പുറത്തേക്ക് വിടുമെന്നാണ് ഭൂരിഭാഗം സോഴ്സസിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. കാരണം ഡെഫിനറ്റ്ലി RPFന്റെ പരീക്ഷ നടന്നേ പറ്റുള്ളൂ. ഒരു മിനിസ്റ്റർ തന്നെ ഡയറക്ട്ലി പ്രസ്താവന നടത്തിയത് കൊണ്ട് തന്നെ അവിടെ തള്ളിക്കളയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. സോ RPFന്റെ നോട്ടിഫിക്കേഷൻ വരും, ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് വരും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഇനി സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് എന്താണ്, ഏത് സിലബസ് ആണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്? ഇത്രയും കാലം നമ്മുടെ റെയിൽവേയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഇംഗ്ലീഷും കൂടി പഠിക്കണോ? ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി SSC സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ മതി. റെയിൽവേയുടെ സിലബസ് അങ്ങ് വിട്ടേക്കുക. കോമൺ ആയിട്ട് ഡെഫിനറ്റ്ലി നമുക്കറിയാവുന്ന പോലെ തന്നെ മാത്സ്, റീസണിങ്, GK, സയൻസ് സബ്ജക്റ്റുകളൊക്കെ കോമൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കേണ്ടത് SSCയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ റെയിൽവേയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഏത് സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണമെന്ന കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ SSCയുടെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ മതി. റെയിൽവേയുടെ അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ട് നിൽക്കല്ല. SSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അതിന്റെ GD കോൺസ്റ്റബിൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നമുക്ക് മിക്കവാറും ഈ പറയുന്ന RPF പരീക്ഷ നടത്താനുള്ള സാധ്യത. അപ്പോൾ ഭൂരിഭാഗം സാധ്യതയും ഇതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. SSCയുടെ അടിസ്ഥാനത്തിൽ പഠിക്കുക. ഡെഫിനറ്റ്ലി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണെന്ന് പറഞ്ഞ് റെയിൽവേ സിലബസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ട് നിൽക്കല്ലേ, നടക്കത്തില്ല. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? മറ്റൊരു സംശയമാണ്. ഡെഫിനറ്റ്ലി അത് നമുക്ക് സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഹൈറ്റ് 165-ൽ നിന്നും 170 ഒക്കെ ആയിട്ട് ഉയരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ അവിടെയും നിങ്ങൾ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ടും ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ചേഞ്ചസ് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സോ SSCയുടെ സിലബസിന്റെ അടിസ്ഥാനത്തിൽ മക്കളെ നിങ്ങൾ പഠനം ആരംഭിച്ചോളുക.
RPF അനിശ്ചിതത്വത്തിലാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഠനം ഒന്ന് നിർത്താനായിട്ട് നിൽക്കല്ലേ. നമുക്ക് ഈ പറയുന്ന പോലെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. ഏപ്രിൽ മെയ് ആണ് മോസ്റ്റ് പ്രോബബ്ലി വരാനുള്ള സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് എന്തുമാത്രം സമയമുണ്ടെന്ന് നമുക്കറിയാലോ. നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഏപ്രിൽ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലോ പിന്നെയും ഒരുപാട് സമയം കിട്ടില്ലേ. ഈ ഒരു ചിന്ത വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വേറൊന്നുമില്ല. ഇനി സപ്പോസ് ഏപ്രിൽ മെയിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. എത്ര സമയം നമുക്ക് മുന്നിൽ കിട്ടും പഠിക്കാനായിട്ട്? കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. സോ നമ്മൾ ഈ ആ പഠിത്തം നിർത്തല്ലേ. നിങ്ങൾ ആ പഠനവും ഫ്ലോയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. എപ്പോഴാണെങ്കിലും ഈ പരീക്ഷ നമ്മൾ തന്നെ എഴുതേണ്ടതാണ്, നമ്മൾ തന്നെ പഠിക്കേണ്ടതാണ്. കുറച്ചും കൂടി സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉപകാരം, നമുക്ക് അത്രയും റിവിഷനും മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു മൈൻഡ് സെറ്റും ഈ ഒരു ആറ്റിറ്റ്യൂഡും കൂടി തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ പ്രിപ്പറേഷന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പ്രിപ്പറേഷൻ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. പഠനത്തിന്റെ കാര്യത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പും വെക്കേണ്ട. നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരുന്നോ. ഒരു കോംപ്രമൈസും വേണ്ട. ഈ ഒരു RPF പരീക്ഷ ജയിക്കണം എന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി SSC ജനറൽ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജനറൽ ബാച്ചിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CGL, MTS, CHSL കൂടാതെ RPF പരീക്ഷയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസ് വിത്ത് മെന്റർഷിപ്പോട് കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പോലെ MTS, GD, CHSL, CGL തുടങ്ങിയ ഒരുപാട് അവസരങ്ങൾ SSC നമ്മുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കുമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ഈ പറയുന്ന SSCയുടെ ജനറൽ ബാച്ച്. അപ്പോൾ RPF പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന SSC ജനറൽ ബാച്ചിന്റെ ഭാഗമാവുക. RPFന്റെ വരാനിരിക്കുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ പലർക്കും ഒരു സംശയമുണ്ടത് ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണ്. ഇംഗ്ലീഷ് ഞാൻ പഠിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. കാരണം റെയിൽവേ ആണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് SSC ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പൊ പലർക്കും ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പലരും ഇംഗ്ലീഷ് പഠിക്കാതെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു അബദ്ധം കാണിക്കല്ലേ. നിങ്ങൾ നൈസ് ആയിട്ട് ഇംഗ്ലീഷും പഠനമൊക്കെ തുടങ്ങിക്കോ. ഇപ്പൊ നമ്മുടെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ബേസ് ലൈൻ തൊട്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷൻ ഉപേക്ഷിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കിഡിലനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഇംഗ്ലീഷ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആർക്കും പേടി വേണ്ട. RPFുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ക്ലാസ്സുകൾ കാണണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് തുടങ്ങിയ സകല പരിപാടികളും ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ വെച്ചിരിക്കുക. നമ്മൾ എപ്പോഴും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരു കംഫർട്ട് സോണിലായിരിക്കും നിൽക്കാനായിട്ട് പോകുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്കിഷ്ടമുള്ള ക്ലാസ് എടുത്ത് കാണുക, എനിക്കിഷ്ടമുള്ള സമയത്ത് പഠിക്കുക. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് അടിപൊളിയായിട്ട് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സിലബസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് തീരുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് റിവിഷനും മോക്ക് ടെസ്റ്റിനും ലൈവ് PYQ സീരീസിനൊക്കെ ഉള്ള സമയം കിട്ടുള്ളൂ. ഞങ്ങൾ മാക്സിമം ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഈ ഒരു സിലബസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലൈവ് ആയിട്ടുള്ള PYQ സെഷൻസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന പോലെ ഡെയിലി പ്ലാൻ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ദിവസങ്ങളിലേക്കുള്ള ഈ പറയുന്ന റിവിഷൻ പ്ലാനുകളുടെയൊക്കെ ഭാഗമാവാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. പഠനം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. RPF എന്ന് വരും എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പഠനം നിർത്തല്ലേ. ഫുൾ ഫ്ലോയിൽ തന്നെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ആ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസുകളും പാടില്ല. അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. ആൻഡ് താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.